പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ടീ കേക്കാണ്. ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ടീ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യം നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒരു തവണയൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ മീഡിയം സൈസിലുള്ള ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കൂടെ തന്നെ മൈദ എടുത്ത കപ്പിൽ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചിട്ട് ഒരു മീഡിയം സ്പീഡിൽ 2.5 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ അടിച്ചതിന് ശേഷം ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ല എങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ ഒഴിച്ചാലും മതിയാവും. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. തിളപ്പിച്ചാറ്റിയ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ഒഴിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതെല്ലാം പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ 2 or 3 തവണയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് എല്ലാം ഒന്ന് മിക്സായി കിട്ടും വരെ മാത്രം ഇതുപോലെ ഒരേ സൈഡിലേക്ക് തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എതിർ സൈഡിലേക്കാണ് ഇളക്കി മിക്സാക്കാൻ സൗകര്യമെങ്കിൽ അതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ 2 സൈഡിലേക്ക് മാറി മാറി ഇളക്കാതിരിക്കാനൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടർ എല്ലായിടത്തേക്കും തേച്ച് കൊടുക്കാം. ബട്ടറിന് പകരമായിട്ട് ഓയിൽ തേച്ച് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ടിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ബാറ്റർ പകുതി മാത്രം നിൽക്കുന്ന വിധത്തിൽ ഒരു പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ബാറ്റർ റെഡിയായി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നേരം പുറത്ത് വയ്ക്കാതെ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കേക്ക് ടിൻ ഇറക്കി വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലോട്ട് നമ്മുടെ കേക്ക് ടിൻ ഒന്ന് ഇറക്കി വെച്ച് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. മുന്നേ ഓവൻ ഉപയോഗിക്കാത്ത സീബ്ര കേക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത പാത്രത്തിൽ ഉപ്പ് ചേർത്തിരുന്നു. ഇത്തവണ ചേർക്കുന്നില്ല, കാരണം കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കാതെ ഇത്തവണ ചെയ്തത്. ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേവൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിയിട്ട് ഇത് ക്ലീൻ ആയിട്ട് കാണുന്നെങ്കിൽ അതിനർത്ഥം വെന്തിട്ടുണ്ടെന്നായിരിക്കും. ഇനിയിപ്പോൾ വെന്തിട്ടില്ല എങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ടിൻ പുറത്തെടുത്തിട്ട് കേക്കിൻ്റെ ചൂടെല്ലാം നന്നായി മാറിയതിന് ശേഷം മാത്രം ഇതുപോലെ ബട്ടർ പേപ്പർ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. മെഷർമെൻ്റ് എല്ലാം കറക്റ്റായി എടുത്ത് ശ്രദ്ധിച്ച് ചെയ്താൽ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ ബേക്കറിയിലെ അതേ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടീ കേക്ക് ഇവിടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ച് പോലെയാണ് കിട്ടിയിരിക്കുന്നത്. കുട്ടികൾക്ക് വരെ ഈ ഒരു കേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഇതുപോലുള്ള ഒരുപാട് സ്നാക്സ് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.